പഠിച്ചൂടായോ? ടീച്ചറെ ഞങ്ങൾ കണക്ക് കൂട്ടി പഠിക്കുമായിരുന്നു. കണക്ക് കൂട്ടിയോ? ആ 1 1 2 2 2 4 6 6 13 13. 15. നീ എങ്ങനെ ജയിക്കൂടാ? അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ജയിക്കും. അവൻ ജയിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, നാളെ നിങ്ങൾക്ക് ഉച്ച വരെയുള്ള ക്ലാസ്. നിർത്ത്. നാളെ ഉച്ച കഴിഞ്ഞ് PT മീറ്റിംഗ്. അതുകൊണ്ട് എല്ലാവരും രക്ഷകർത്താക്കളും നാളെ 2 മണിയാകുമ്പോ ഇവിടെ വരണം. പറഞ്ഞു കേട്ടോടാ, എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. എനിക്ക് വിളിക്കാൻ സമയമില്ലെന്ന്. നിങ്ങളൊക്കെ മാർക്ക് എഴുതാനുണ്ട്. അതുകൊണ്ട് നാളെ 2 മണി കേട്ടാ. അപ്പൊ നാളെ വരണ്ട. നാളെ വന്നില്ലല്ലോ എങ്ങനെ? രക്ഷകർത്താവ് വരുമ്പോ നമ്മൾ ഇവിടെ കാണണ്ടായോ? അതിന് രക്ഷകർത്താവ് വരുന്നെങ്കിലില്ലയോ? ഞാൻ വീട്ടിൽ പറയത്തില്ല, അപ്പൊ വരത്തില്ലല്ലോ. അപ്പൊ എനിക്ക് വരണ്ടാലോ. എടാ വന്നില്ലേ പണിയാ. എന്ത് പണി? എടാ ഇത് വെറും യൂണിറ്റ് ടെസ്റ്റ്. ഇതിനൊക്കെ PT ഒക്കെ എന്ത് ഓണപരീക്ഷയുടെ ഒന്നും അല്ലല്ലോ. അഥവാ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്റെ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മടലിനടിക്കും. പിന്നെ ഞാൻ നാളെ വരുത്തില്ല. എന്റെ അച്ഛനും. നീ എന്തോ പറഞ്ഞ് വീട്ടിൽ ഇരിക്കും. എടാ അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഇതിനകത്ത് നിറച്ച് ബുദ്ധിയാ. എങ്കിൽ പിന്നെ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് പരീക്ഷയ്ക്കൊക്കെ ജയിച്ചുകൂടായോ? ഇത് ആ ബുദ്ധിയല്ല, ഇത് വേറെ ബുദ്ധി. അച്ഛാ. എന്താടാ? അച്ഛാ നാളെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല. എന്താ? അച്ഛാ നാളെ ഉച്ച കഴിഞ്ഞ് ടീച്ചേഴ്സിന്റെ മീറ്റിംഗ്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ ക്ലാസ് ഇല്ല. അത് ഉച്ചക്കല്ലയോ? എനിക്ക് രാവിലെ പോയാലെന്താ? അത് രാവിലെയും ക്ലാസ് ഇല്ല. കാരണം ഒരു പീരീഡ് ഡ്രോയിങ്, പിന്നെ 2 പീരീഡ് IT, പിന്നെ ആകപ്പാടുള്ള ഫസ്റ്റ് പീരീഡുള്ള കണക്കാണോ? എങ്കിൽ നീ പോയേ പറ്റൂ. കണക്കിന് പോവാതിരിക്കാൻ പറ്റത്തില്ല. എന്താ നിനക്ക് പോവാതിരിക്കാൻ വല്ലതും തോന്നുന്നുണ്ടോ? ഉച്ച വരെ അല്ല ഉള്ളു. ഉച്ച വരെ പോവാം അല്ലേ? അതാ ഓ അല്ല ഇംഗ്ലീഷ് മലയാളം പറഞ്ഞാൽ മതിയായിരുന്നു. ഏത് സമയത്ത് ഈ കണക്കാണല്ലോ അതല്ല. അവൻ വന്നില്ലയോ? ഇന്നലെ ഞാനാണല്ലോ വരുന്നില്ലെന്ന് പറഞ്ഞേ. ഇന്ന് അവൻ വന്നില്ല. എന്തായാലും കുഴപ്പമില്ല. ഇന്നലെ അത്രയും താളം എടുത്തിട്ട് പോയിട്ട് ഇന്ന് വന്നു കഴിഞ്ഞാൽ അവൻ എന്നെ ഊക്കി ഏറി കയറ്റിനെ. കാര്യമായി. ആര് പറഞ്ഞു വന്നില്ലെന്ന്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്ന? ഞാൻ കണ്ടില്ലേ. അതിന് ഇങ്ങോട്ടുകൂടെ നോക്കണം. ഇന്നലെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടാ പോയത്. എടാ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇന്ന് പോകുന്നില്ലെന്ന്. അച്ഛനും പറഞ്ഞ ക്ലാസ്സില്ല, വെറുതെ എന്തിനാ പോകുന്നതെന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് ഉച്ചവരെ വീട്ടിൽ ഇരുന്നാലും ബോറാ. എനിപ്പത് ഇവിടെ വന്നിരുന്ന് നിന്നോടൊക്കെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കാല്ലോ. അതുകൊണ്ടെങ്കിൽ വന്നേ. ഓ പിന്നെ നിന്റെ അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. എന്റെ അച്ഛൻ എന്തിനാ നിന്നെ വിളിക്കുന്നത്? അല്ല ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് നീ എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലെന്ന്. എടാ നീയാടാ എന്റെ നൻപൻ. ഇനി ഉച്ചയ്ക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ചെന്ന് കയറാം. അല്ല നീ ഉച്ചയ്ക്ക് പോയാ എങ്ങനെ? നിന്റെ അച്ഛൻ വരുമ്പോ നീ ഇവിടെ കാണണ്ടായോ? അതിന് ഞാൻ PT-യുടെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ എന്റെ അച്ഛൻ വരും? എടാ അതല്ലടാ, നിന്റെ അച്ഛൻ ചോദിച്ചു ഇന്നെന്താ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ലാത്തതെന്ന്. ഞാൻ പറഞ്ഞു PT മീറ്റിംഗ് ആന്ന്. അപ്പൊ നിന്റെ അച്ഛൻ വരുമല്ലോ. അപ്പൊ എന്റെ അച്ഛൻ എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അപ്പോഴേ കോള് കട്ടാക്കി. മോൻ അച്ഛനോട് വല്ലതും പറയാനുണ്ടോ? ഇല്ല അച്ഛാ. ഇല്ല മോനൊന്ന് ഓർത്തു നോക്കിയേ. എന്തേലും പറയാനുണ്ടോ? മറന്നുപോയാണെങ്കിലോ? ഇല്ല. ഉറപ്പാണോ? ഒന്നുമില്ലേ? ഇല്ല അച്ഛാ. അച്ഛാ. എന്താ മോനെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. അച്ഛൻ വൈകിട്ട് കടയിൽ വല്ലതും പോവാണെങ്കിലേ എനിക്ക് 2 ഏത്തക്കപ്പം മേടിച്ചോണ്ട് തരണേ. മോനെ ഇന്ന് വൈകിട്ട് അച്ഛൻ കടയിലൊന്നും പോകുന്നില്ല. നാളെ വൈകിട്ട് മതിയോ? നാളെ തരാം. എന്തുവാണ് നീ ആലോചിക്കുന്നത്? അച്ഛൻ വൈകിട്ട് ഏത്തക്കപ്പം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അതാലോചിച്ചതാ. ആരോഗ്യം നിന്റെ അച്ഛൻ വന്നു. നിന്റെ അച്ഛൻ രാവിലെ വന്നല്ലോ.